ഓം ശിവസ്വരൂപത്തിലൂടെ ഒരു തീർത്ഥയാത്ര ഭാഗം 8. അപരിച്ഛിന്ന സച്ചിദാനന്ദ സ്വരൂപരെ സാദരം പ്രണാമം. ഇന്ന് നമ്മുടെ മനന വിഷയം ഭഗവാൻ ശ്രീനാരായണ ഗുരു രചിച്ച ശിവശതകം എന്ന ശൈവ ദർശന കാവ്യം 91 മുതൽ 100 വരെയുള്ള ശ്ലോകസാരമാണ്. ഭവാന്മാർ ശ്രദ്ധാപൂർവം ശ്രവിച്ചാലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ശിവ ഭഗവാന്റെ മാഹാത്മ്യം കണ്ടെത്തുന്നു, അനുഭൂതിയിലൂടെ അറിയുകയും ചെയ്യുന്നു. അപ്പോൾ ഭഗവാൻ സേവകനായ എന്നെ രക്ഷിക്കുന്നതിന് അനുഗ്രഹിക്കുന്നതായിട്ടും അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഭഗവാന്റെ മായാ ജലത്തിൽ മുങ്ങിപ്പോകാറുമുണ്ട് ചില സമയം. മനസ്സിൻ്റെ പ്രകൃതിയാണത്. ഇതാണോ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് ചിന്തിച്ചു പോവുകയാണ് ഞാൻ. ഭക്തനായ എൻ്റെ പ്രാർത്ഥന ഇത് മാത്രമാണ്: അങ്ങ് എന്നെ പരാജയങ്ങളിൽ നിന്ന് രക്ഷിച്ചാലും നിത്യമായ സുഖം തന്നാലും. തപസ്സുകൊണ്ട് അങ്ങ് ജപകുസുമം പോലെ ഇരിക്കുന്ന ഈശ്വരനാണല്ലോ. ജപാകുസുമം പോലെ ഇരിക്കുന്ന ഈശ്വരനാണല്ലോ. അങ്ങയുടെ മാഹാത്മ്യത്തിൻ്റെ വശത്തേക്ക് എൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ടാലും എൻ്റെ മനസ്സിൽ ചഞ്ചലത മാറി മാറി ഉണ്ടാകുന്നു. മനോനിയന്ത്രണം കുറഞ്ഞു വരുന്നു. തപസ് എല്ലാവർക്കും വിധിച്ചതാണല്ലോ. തപസ് ഒരുമാതിരി തപിപ്പിക്കലാണ്, ചുട്ടരിക്കൽ. അങ്ങ് തപസ്സിൻ്റെ മൂർത്ത രൂപമാണല്ലോ. തപസ്സിലേക്ക് എൻ്റെ മനസ്സിനെ നയിച്ചാലും അറിവ് തെറ്റായ തരത്തിൽ പ്രവർത്തിക്കുന്നു. സംസാരമാകുന്ന കാട് തഴച്ചു വളരുന്നു. ജനന മരണത്തിൻ്റെ വിത്ത് പാകുന്നു. അത് ശക്തിയായിട്ട് വളർന്നു വരികയും ചെയ്യുന്നു. അതാണ് ഈ ലോകജീവിതം. ഇവിടെ ലഭിക്കുന്നത് മണ്ണ് പോലുള്ള ഭോഗ്യവസ്തുക്കളാണ്. നശ്വരവും ജഡവുമായ ശരീരം അത് അഗ്നിക്ക് ആഹാരമാണ്. നരിക്ക് നല്ലൊരു ഊണ് പോലെയാണ്. ഭസ്മാന്തം ശരീരം. സംസാരമലത്തിൽ കഴിയുന്ന മനുഷ്യർക്ക് ബുദ്ധി വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല. സുഖഭോഗങ്ങൾ പരമാവധി ആസ്വദിക്കാനാണ് എല്ലാവരുടെയും മോഹം. ശരീരം മണ്ണാണ്, ശവമാണ്. ഭഗവാന്റെ കാരുണ്യം വേണം ജീവിതം സാർത്ഥകമാകുന്നതിന്. ഓരോരുത്തരും ഒറ്റയ്ക്ക് ജനിക്കുന്നു, മരിക്കുന്നു. മാതാപിതാക്കൾ, ഭാര്യാഭർത്താക്കന്മാർ, അയൽക്കാർ, പ്രിയജനം ആരും നിത്യമല്ല. ആരെയും കൂടാതെ തനിയെ ജീവിക്കാനേ സാധിക്കൂ. സ്വന്തം സത്തയുടെ സാരത്തെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. ഒരു പലക, ദ്വാരം ഇട്ടിരിക്കുന്നു, ശൂന്യം. അതിന് ചുറ്റും, ദ്വാരത്തിന് ചുറ്റും അതിരായി വർത്തിക്കുന്നത് പലക തന്നെയാണ്. ദ്വാരം കാണുന്നില്ല. അതിന് ചുറ്റുമുള്ള പലകയാണ് കാണുന്നത്. ചിന്തിക്കുക.
അതുപോലെ നമ്മളും സ്വയം അറിയാതെ നമ്മളെ വിലയിരുത്തുന്നു. പലകയുടെ മധ്യത്തിലുള്ള ശൂന്യമായ ദ്വാരം പോലെയാണ് നമ്മൾ. തന്നോടുള്ള പ്രിയം കൊണ്ടാണ് മറ്റുള്ളവരും പ്രിയപ്പെട്ടിരിക്കുന്നത്. തനിയെ ഇരിക്കുന്നത് ഒരേ ഒരു സത്യമാണ്, അത് ഈശ്വരനാണ്. ഈശ്വരൻ ഏറ്റവും അടുത്തിരുന്ന് കാരുണ്യം തരുന്നു. അങ്ങ് ഈ പ്രപഞ്ചത്തിലെ ഒന്നിലും നിന്ന് പിരിഞ്ഞിരിക്കുന്നില്ല, എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നു അങ്ങ്. രുദ്രാക്ഷ മണി ഭഗവാന്റെ സ്മൃതി ഉണർത്തുന്നു. ഭവാൻ പിരിയാത്ത തമ്പുരാനാണ്, നാഥനാണ്. നമ്മിൽ നിറഞ്ഞിരിക്കുന്ന സത്യം ശിവപരമാത്മാവാണ്. ഈശ്വരൻ മാത്രം ജനിക്കുമ്പോഴും ഇരിക്കുമ്പോഴും മരിക്കുമ്പോഴും അണുവളവും പിരിയാതെ ഇരിക്കുന്നു നമ്മോടൊപ്പം. ശിവൻ്റെ ആഭരണങ്ങളിലൊന്നാണ് ഇരിക്കൻ പൂവ് എന്ന അർക്കവൃക്ഷത്തിൻ്റെ പൂവ്. അത് ദിനമണിയാണ്. സാധാരണ ദിനമണി എന്ന് പറയുന്നത് സൂര്യനാണ്. അത് ഓരോന്നിനെയും വ്യക്തതയുള്ളതാക്കി കാണിക്കുന്നു സൂര്യൻ, ദിനമണി. ഓം നമഃ ശിവായ. സദാ സ്മരണ വേണം. ദുഃഖം മാറും, ദുരിതം മാറും. ശ്ലോകം 96 ദുഃഖമുക്തി പ്രാർത്ഥിക്കുന്നു. ഈശ്വര സേവ ചെയ്യുക, വിഷമങ്ങൾ മാറും. ഏകാന്തിക ഭക്തി ഉറയ്ക്കണം. ആകാശഗംഗ ചൊരിയണം. കർമ്മങ്ങളെല്ലാം തിരുപ്പണിയാകട്ടെ. ഏകാന്തിക ഭക്തി ഉള്ളിൽ ഉറയ്ക്കണം. ഭജിക്കുന്ന ഭാവമാണല്ലോ ഭക്തി എന്ന് പറയുന്നത്. ഭജ് സേവായാം എന്ന് നിരുക്തം പറയുന്നു. ശിവപരമാത്മാവിൻ്റെ തണലിൽ മാനസികവും ശാരീരികവുമായ എല്ലാ ഉത്തമ ആവശ്യങ്ങൾ നിറവേറുന്നു. അല്ലയോ കാമവിനാശന, ഭവാന്റെ സുന്ദരമായ മുടിക്കെട്ടിലേക്ക് നീ ഒളിഞ്ഞിരിക്കുന്നു. സ്വർഗംഗയുടെ അലകൾ ദുഃഖങ്ങൾ മാറ്റി ശാന്തി നൽകുന്നു. ശിവസ്വരൂപം മംഗളദായകമാണ്. ശ്ലോകം 97 വിളംബരം ചെയ്യുകയാണ്. ശിവപരമാത്മാവ് ഗംഗാധരനും കാമദാഹകനുമാണ്. പ്രപഞ്ച വ്യവസ്ഥയാണ് സഫലമാകുന്നത്. അതിനെ മാനിക്കണം. ഈ തത്വം കാണിക്കുന്നതാണ് സ്വർഗംഗ. അത് ശിവൻ്റെ ജടയ്ക്കുള്ളിൽ അമർന്നുപോയി എന്ന് കവികൽപ്പന. ശിവസ്വരൂപ ദർശനം ഏറ്റവും നിർവൃത്തിദായകമാണ്. ശിവൻ കരുണാകലശാംബുധിയാണ്. ശ്ലോകം 98 വ്യക്തമാക്കുന്നു. ശിവൻ പാമ്പിനെ പിടിച്ച് കയറാക്കി സ്വർഗംഗയെ ജടയിലൊതുക്കി അങ്ങ് പ്രപഞ്ച നാടകം നടിക്കുന്നു. ആ രൂപം ഭക്തനായി എനിക്ക് ദൃശ്യമാകട്ടെ. കാലം കാരുണ്യത്തിന് വേണ്ടി ശിവസ്വരൂപത്തിൻ്റെ മുൻപിൽ നമിച്ചു നിൽക്കുന്നു. പാമ്പിൻ്റെ രൂപത്തിലാണ് കാലം വന്ന് നിന്നത്. ഭഗവാന്റെ നടനമാണ് പ്രപഞ്ച നടനമായി നമ്മൾ കാണുന്നത്. ശിവൻ്റെ ജടയ്ക്കുള്ളിൽ
അമർന്നിരിക്കുന്നു. അമരക്കാരൻ കാലമാണ്. സർപ്പം പ്രപഞ്ചത്തെ നേർവഴിക്ക് നയിക്കുന്നു. ജീവിത നദി ഒരു സമരസപ്രവാഹമാണ്. പ്രപഞ്ച നാടകമാടുന്ന ഭാവത്തിൽ ശിവപ്പൊരുൾ ഭവാനെ ദർശിക്കാൻ എഴുന്നള്ളട്ടെ എന്ന് സങ്കല്പിക്കുകയാണ്. ശ്ലോകം 99 പൊരുളാണിത്. 100-ാമത്തെ ശ്ലോകം ദിവ്യമായ രസാനുഭൂതി പകർന്നു തരുന്നുണ്ട്. അതൊന്ന് ശ്രവിച്ചാലും. കുളിർമതി കൊണ്ട് കുളിർത്തു ലോകമെല്ലാം ഒളി തിരളുന്നൊരു വെണ്ണിലാവു പൊങ്ങി തെളുതെളെ വീശി വിളങ്ങി ദേവലോകക്കുളമതിലാമ്പൽ വിരിഞ്ഞ് കാണണമേ. ശീതരശ്മിയായ ചന്ദ്രൻ്റെ വെണ്ണിലാവ് എല്ലാ ലോകങ്ങളെയും കുളിരണിയിക്കുന്നു. ആ വിധം അത്യുന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്നു, പ്രകാശം ചൊരിയുന്നു. എപ്പോഴും ഭൂമിയെ കുളിരണിയിക്കുന്ന പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ചന്ദ്രൻ ബിംബിക്കുന്നു വെളുത്ത പക്ഷത്തിൽ. ആ ശീതകിരണങ്ങൾ തട്ടി ദേവലോക കുളത്തിൽ ആമ്പൽ വിരിഞ്ഞു വരുന്നത് കാണുന്ന അനുഭവമാണ് എനിക്ക് ഉണ്ടാകുന്നത്. ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് യഥാർത്ഥ ഭക്തന് പരമാനന്ദം ലഭ്യമാകുന്നു. ശിവൻ ചിത്സ്വരൂപനാണ്. കേവലമായ അറിവ് മാത്രമാണ്. അതിൻ്റെ പ്രവാഹം മാത്രമാണ് സകല ലോകങ്ങളുമായി തീർന്നിരിക്കുന്നത്. ഇഹപര ലോകത്തെ കുളിർമയുള്ളതാക്കണം. പരമമായ സത്യം ഒരു പ്രകാശമാണ്. അത് വെണ്ണിലാവ് പോലെയാണ്. എല്ലാ അനുഭവങ്ങളും ഒരേ അറിവിൻ്റെ സ്ഫുരണം മാത്രമാണ്. അങ്ങനെ ഏകമായിരുന്നു കൊണ്ട് അനേക തരത്തിൽ അനുഭവം ഉളവാക്കുന്ന സ്ഫുരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അനിർവചനീയമായ വൈഭവം പ്രതീതമാകുന്നു. ആ അറിവ് പ്രതീതമാക്കുന്നത് തപസ്സുകൊണ്ടാണ്. ജഡ അതിൻ്റെ പ്രതീകമാണ്. ശിവപരമാത്മാവും ചിന്മയനാണ്. ഈ ശിവശതകത്തിൻ്റെ നിർവൃത്തിയിൽ ശിവോഹം എന്ന് മൗനമായിട്ട് നമുക്ക് മന്ത്രിക്കാം. ശിവോഹം ശിവോഹം ശിവോഹം.